നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 2025 ഏപ്രിൽ മാസം 8, 9, 10, 11 തീയതികളിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന, അതിശയകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന, അപ്രതീക്ഷിത ധനവരവിൻ്റെ കാലമായി അനുഭവത്തിൽ വരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് വരുന്ന 5 നാളുകൾ വളരെയേറെ നേട്ടങ്ങളുടെ സമയം തന്നെയായിരിക്കും. അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം. ക്ഷേത്രദർശനം നടത്തണം, വഴിപാടുകൾ അർപ്പിക്കണം. ഒരുപാട് പരാജയത്തിലൂടെ പോകുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള നാളുകൾ വളരെയേറെ സൗഭാഗ്യത്തിൻ്റെതാണ്, നേട്ടത്തിൻ്റെതാണ്. ഭാഗ്യമേറെയുള്ള, ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന, വരുന്ന 5 ദിനങ്ങൾ കൊണ്ട് ജീവിതം മാറി മറിയുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുകിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തിസ്വരൂപിണിയുമായ അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. നാളെ പ്രത്യേക പൂജയുണ്ട്. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇന്ന് രാത്രി 10 മണിക്ക് മുമ്പ് തന്നെ ഞാൻ നിങ്ങളുടെയൊക്കെ പേരെഴുതിയെടുത്ത് നാളത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ട സന്താനലബ്ധിക്കും പ്രാർത്ഥന നടത്തും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന വരുന്ന 5 ദിനങ്ങൾ കൊണ്ട് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്രജാതകരുടെ എല്ലാ സങ്കടങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. സന്താനങ്ങളാൽ ഭാഗ്യം അനുഭവിക്കുവാനുള്ളൊരു യോഗം ഇവർക്ക് വന്നു ചേരും. നടക്കില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടുന്ന സമയം. എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും. എന്നാൽ ഇവരെ സംബന്ധിച്ച് ദേഹസുഖം കുറയുന്ന സമയമാണ്. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. അതിനായി പണമൊക്കെ ചിലവഴിക്കുന്ന സമയം തന്നെയാണ്. ചതിവുകൾ പറ്റാതെ സൂക്ഷിക്കുക. ഇവരെ സംബന്ധിച്ച് ഒരുപാട് ചതിവുകൾ പറ്റിയിട്ടുള്ള സമയം തന്നെയാണ്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച പുണർതം നക്ഷത്രജാതകരുടെ നല്ല സമയം ആരംഭിക്കുകയായി. ക്ഷേത്രദർശനം നടത്തണം. ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ ഒക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. ശത്രുക്കൾ ധാരാളമുള്ള സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുവാൻ വേണ്ടിയിട്ട്, സകല ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ, മഞ്ഞപ്പട്ട് ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും. രോഗദുരിതത്തിൽ നിന്നും ശമനം വന്നുചേരും. ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കും. ജലജന്യ രോഗങ്ങളൊക്കെ മാറിക്കിട്ടും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർച്ചയാണ്. അനാവശ്യ മാനസിക ഉത്കണ്ഠ മൂലം ഗൃഹസുഖം കുറയാതെ ശ്രദ്ധിക്കണം. അനാവശ്യമായി യാതൊരു മനക്ലേശത്തിൻ്റെയും ആവശ്യമില്ല. ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന സമയം തന്നെയാണ്. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയും. ശ്രീകൃഷ്ണ ഭജനം നിത്യവും നടത്തുക. സാധിക്കുന്ന ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക. നിത്യേനെ ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ജപം നടത്തുക. തീർച്ചയായും വരാനിരിക്കുന്ന സൗഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ആ നാളുകളെ നന്നായി വരവേൽക്കുക. നിങ്ങൾക്കിനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ഒരു പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആയില്യം നക്ഷത്രജാതകർക്ക് അത് ലഭിക്കുന്ന സമയമാണ്. ബന്ധുക്കൾ വഴി വരുന്ന വിവാഹാലോചനകളിൽ തീരുമാനമാകും. ഉപഹാരങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. സമ്മാനങ്ങളൊക്കെ അടിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ചിട്ടി, ലോണ്, ലോട്ടറി ഇങ്ങനെ പല വിധത്തിൽ നിന്നുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ലക്ഷങ്ങൾ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്ന സമയമാണ്.
ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇനി വന്നു ചേരും. കൃത്യത പാലിക്കുവാൻ ശ്രമിക്കുക. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഇനി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. പുതിയ വാഹനമൊക്കെ വാങ്ങുന്ന കാര്യം ആലോചനയിലൊക്കെ വരുന്ന സമയമാണ്. പുതിയ വാഹനമൊക്കെ വാങ്ങും. അതുപോലെ തന്നെ വസ്തു, വീട് ഇവയൊക്കെ വാങ്ങുവാനുള്ള യോഗമൊക്കെ നിങ്ങളുടെ ജാതകത്തിൽ കാണുന്നുണ്ട്. അതിന് പറ്റിയ ഒരു സമയമാണ് ഇപ്പോൾ. ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ ആശ്വാസമാകുകയാണ്. ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശാസ്താവിങ്കൽ ദർശനം നടത്തി എള്ളുപായസ നിവേദ്യം, പുഷ്പാഞ്ജലി ഇവ നടത്തുക. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. അടുത്ത നക്ഷത്രം പൂയമാണ്. കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയമാണ്. ബന്ധുഗുണം വർദ്ധിക്കും. കുടുംബസമേത യാത്രകൾ നടത്തും. ഭൂമി വിൽപ്പന വഴി സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് ലഭിക്കും. തൊഴിൽപരമായ ഭാഗ്യപുഷ്ടി വർദ്ധിക്കുന്ന സമയമാണ്. ധനപരമായി വളരെയേറെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സമയമാണ്. സ്വന്തക്കാർക്ക് ഉണ്ടായിരുന്ന രോഗങ്ങളൊക്കെ ശമിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ അലസോരം സൃഷ്ടിക്കും. വ്യവഹാരങ്ങളിൽ വിജയിക്കും. കൃഷിഭൂമിയിൽ നിന്നും ധനലാഭം വന്നു ചേരും. തൊഴിലിൽ അനുകൂലമായ സാഹചര്യം വന്നു ചേരും. പ്രവർത്തന വിജയം കൈവരിക്കും. സഹോദരങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണം പ്രതീക്ഷിക്കാം. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ ഒന്നിക്കും. തൊഴിൽ മേഖല ശാന്തമാകും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. പൊതുപ്രവർത്തനങ്ങളിൽ പ്രശസ്തി വർദ്ധിക്കും. സുഹൃത്ത് സമാഗമം സന്തോഷം നൽകും. അവിചാരിത യാത്രകൾ വേണ്ടിവരും. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തും. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. ഒത്തിരി സൗഭാഗ്യങ്ങൾ, ഒത്തിരി നേട്ടങ്ങളാണ് നിങ്ങളെ തേടി വരാനിരിക്കുന്നത്. ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ദോഷശമനത്തിനായി വിഷ്ണു ഭജനം നടത്തുക. ഭവനത്തിൽ ഭാഗവത പാരായണം സ്വയം ചെയ്യുക. ജന്മനാളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക. പൊതുവെ നല്ല ഫലങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്കിനി വന്നു ചേരും. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. സ്വയം തൊഴിലിൽ ധനനഷ്ടം സംഭവിച്ച സമയമാണ്. പ്രധാന തൊഴിലിൽ നിന്നും അവധിയെടുത്ത് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭീതി നിങ്ങളിലുണ്ട്. എന്നാൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ചയാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. മാതാവിനോ മാതൃജനങ്ങൾക്കോ ചില അരിഷ്ടതകളൊക്കെ കാണുന്നുണ്ട്. അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കേണ്ട. അതൊക്കെ മാറിക്കൊള്ളും. നല്ല രീതിയിൽ പ്രാർത്ഥന വേണം. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി, മനോവിഷമങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനായി ശിവഭജനം നടത്തുക. തിങ്കളാഴ്ചകളിൽ ശിവങ്കൽ കൂവളമാല ചാർത്തി നിവേദ്യം അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കുമൊക്കെ കാരണമാകും. ഇനി നിങ്ങളെ സംബന്ധിച്ച് രക്ഷപ്പെടുന്ന സമയമാണ്. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ്, അത്രയധികം ഉയർച്ചയിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്ര ജാതകർക്കും ഒരു ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. ഒരു പുതിയ വീട് വാങ്ങുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ, പുതിയ ഗൃഹം വാങ്ങുവാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അത് നടന്നു കിട്ടുന്ന സമയമാണ്. ലോട്ടറിയൊക്കെ എടുക്കുന്ന ശീലമുള്ളവരാണ് എങ്കിൽ ഒരു ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട്. ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനാഗമം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. വാഹന ലാഭത്തിന് യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധുക്കൾ വഴി കാര്യസാധ്യം നടക്കുന്ന സമയമാണ്. പ്രണയബന്ധങ്ങൾക്ക് അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സമയം വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ്. മുമ്പ് കടം നൽകിയിരുന്ന പണമൊക്കെ തിരികെ ലഭിക്കും.
കാണാതെ പോയിട്ടുള്ള മുതലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ഉയർച്ചയുടെ സമയമാണ്. വാക്കുതർക്കങ്ങളിൽ പരാജയം നേരിടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ധനസമ്പാദനത്തിനുള്ള ശ്രമങ്ങൾ വിജയിക്കും. എല്ലാ രീതിയിലും ഉയർച്ചയിലേക്കാണ്, ഭാഗ്യത്തിലേക്കാണ്, നേട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. നിങ്ങൾ ഈ പറയുന്ന വഴിപാടുകൾ കൂടി ചെയ്യുക. ശാസ്താക്ഷേത്രത്തിൽ അഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. ശനിയാഴ്ചകളിൽ നീരാഞ്ജനം കത്തിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യമാണ്. അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. അതിൽ പ്രധാനപ്പെട്ട് ധനവരവ് വർദ്ധിക്കും. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ പിണക്കമൊക്കെ ഉണ്ട് എങ്കിൽ ആ പിണക്കമൊക്കെ മാറുവാനും വലിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. ശത്രുദോഷമൊക്കെ മാറുവാൻ വേണ്ടി ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ ബഗ്ലാമുഖി അർച്ചന നടത്തുക. അതുപോലെ തന്നെ ചുവന്ന പട്ട്, കോഴി, മറുതയ്ക്ക് മുറുക്കാൻ ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി, ശത്രുശല്യങ്ങളൊക്കെ മാറി ധനവരവിൻ്റെ കാലമാണ് ഇനി നിങ്ങളെ സംബന്ധിച്ച്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും. കഴിവതും വാക്കുകൾ പാലിക്കുക. എല്ലാ രീതിയിലും സൗഭാഗ്യമാണ്. ലോട്ടറിയൊക്കെ എടുക്കുന്ന ശീലമുള്ള ഈ പറഞ്ഞ 5 നക്ഷത്ര ജാതകരും അതിരു കവിഞ്ഞ് കൂടുതൽ ലോട്ടറി ഒന്നും എടുക്കരുത്. എടുക്കുന്നത് 1ഓ 2ഓ ലോട്ടറി കൂടുതലൊന്നും എടുക്കാതിരിക്കുക. ഒരുപാട് ചൂതാട്ടത്തിനൊന്നും നിൽക്കരുത്. അതൊക്കെ നമുക്ക് വലിയ വിനയായി തീരും. വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. അങ്ങനെ മുന്നോട്ട് പോകുകയാണ് എങ്കിൽ തീർച്ചയായും വരുന്ന സമയങ്ങൾ, ഇനി വരാനിരിക്കുന്ന സമയങ്ങൾ വളരെയേറെ അഭിവൃദ്ധിയാണ്. ഒരു ദിവസത്തെ വ്രതമെടുത്ത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും വഴിപാടുകളൊക്കെ അർപ്പിക്കുന്നതും ഈ 5 നക്ഷത്ര ജാതകർക്കും ഒരുപാട് ഭാഗ്യങ്ങൾക്കും നേട്ടത്തിനുമൊക്കെ കാരണമാകും. ഏതായാലും പ്രാർത്ഥന തുടരുക. നിങ്ങൾക്ക് വരാനിരിക്കുന്ന നല്ല നാളുകൾ തന്നെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.